ഹായ് ഓൾ, എല്ലാവർക്കും LPUP സയൻസ് സീരീസ് 2027ലേക്ക് സ്വാഗതം. നമ്മൾ LPUP സയൻസ് സീരീസിലെ ആദ്യത്തെ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ് നമ്മൾ വാതക നിയമം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ടോപ്പിക്ക് നമുക്കറിയാം 10th ലെവല്, +2 ലെവല്, അതുകൂട്ടാൻ ഡിഗ്രി ലെവല് മൂന്നിനും വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വാതക നിയമം. അതിലെ ബോയിൽ നിയമം കഴിഞ്ഞു, ചാൾസ് നിയമം കഴിഞ്ഞു. ഇനി ചാൾസ് നിയമവും അവഗാഡ്രോ നിയമവും ഗേ-ലൂസാക്ക് നിയമവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ അല്ലേ? നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കമ്പയർഡ് ഗ്യാസ് ഇക്വേഷനും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും കൂടാണ്. എന്നാൽ ലാസ്റ്റ് ഡാൾട്ടന്റെ ഭാഗിക മർദ്ദ നിയമം. ഇത്രയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന കൂട്ടാൻ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം എന്ത് ചെയ്യുക, മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് സരിത്ത് സരിത്ത് കെമിസ്ട്രി എന്നാണ്. സരിത്ത് SARITH കെമിസ്ട്രി എന്നാണ് ഈ ടെലഗ്രാം ചാനലിന്റെ പേര്. അതിലെല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് അതിന്റെ നോട്ടൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും സെറ്റല്ലേ? ശ്രദ്ധിച്ചോണം. നമുക്ക് തുടങ്ങാം. ആദ്യത്തെയാണ് എന്ത്? കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ. എന്താണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ? അല്ലെങ്കിൽ അതാണ് സംയോജക വാതക സമവാക്യം. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാകും ഏതൊക്കെയോ വാതകങ്ങൾ കമ്പൈൻ ചെയ്താണ് ഈ ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഏതൊക്കെയോ വാതകങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ സമവാക്യം ഉണ്ടാക്കിയിരിക്കുന്നത്. അതല്ലേ? അതുകൊണ്ടല്ലേ അതിന് സംയോജക വാതക സമവാക്യം എന്ന പേരിൽ പറയാൻ കാരണം. നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം കൂടെ പഠിച്ചു വെക്കുക. കാരണം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പ്രോബ്ലം കിടപ്പുണ്ട്. ഞാൻ ആ ഇക്വേഷൻ എങ്ങനെ വന്നേന്നൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ ഓർത്ത് വെച്ചാൽ മാത്രം മതി. ലാസ്റ്റ് ഞാൻ പറയുന്ന ആ ഇക്വേഷൻ പക്കയായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ. ഏതെല്ലാം വാതകങ്ങൾ കമ്പൈൻ ചെയ്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാതകങ്ങൾ. ഏതൊക്കെയാ? ബോയിൽ നിയമവും ചാൾസ് നിയമവും. എന്തൊക്കെയാ? ബോയിൽ നിയമവും ചാൾസ് നിയമവും സംയോജിപ്പിച്ചാണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയേക്കുന്നത്. ഏതൊക്കെ നിയമങ്ങളാ? ബോയിൽ നിയമവും ചാൾസ് നിയമവും. എന്തൊക്കെയാ? ബോയിൽ നിയമവും ചാൾസ് നിയമവും. നമുക്കറിയാം ബോയിൽ നിയമപ്രകാരം, എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബോയിൽ നിയമപ്രകാരം V പ്രപ്പോർഷണൽ ടു എന്താണ്? 1/P അല്ലയോ? ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. എന്ത് പ്രകാരമാണ്? ബോയിൽ നിയമപ്രകാരം V പ്രപ്പോർഷണൽ ടു 1/P, ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ അല്ലേ? 2, അക്കോർഡിംഗ് ടു ചാൾസ് നിയമം. ചാൾസ് നിയമപ്രകാരം V പ്രപ്പോർഷണൽ ടു എന്താണ്? T. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഞാൻ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്യുകയാണ്. 2 ഇക്വേഷനിലും കോമൺ ആയിട്ടുള്ള എന്താ മക്കളെ? V ആണ്. 2 ഇക്വേഷനിലും പൊതുവായിട്ടുള്ള എന്താണ്? V ആണ്. അപ്പം V എന്താണ്? ഞാൻ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ പ്രപ്പോർഷണൽ ടു, കണ്ട ആ ചിഹ്നം കൊടുത്തു. പിന്നെന്താ? 1/P. എന്താ? 1/P. ഇതാണ് 1/P. ഓക്കെ, ഇൻറ്റു അടുത്ത T. സെറ്റ് ആണോ? അപ്പൊ ഏതൊക്കെ ഇക്വേഷനുകൾ കമ്പൈൻ ചെയ്താണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഒരേ പൊളിക്ക് പറയണം ബോയിൽ നിയമം, ചാൾസ് നിയമം. ബോയിൽ നിയമം, ചാൾസ് നിയമം. ക്ലിയർ? അപ്പം പറഞ്ഞേ, നമുക്കറിയാം ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കണം. ആ കോൺസ്റ്റന്റ് ആണ് K. എന്തുമായിക്കോട്ടെ. അപ്പൊ എന്താണ്? V ഈക്വൽ ടു അല്ലെ K ഇൻറ്റു 1/P ഇൻറ്റു T എന്ന് വരും. ക്ലിയർ? ഓക്കെ അല്ലേ? ഈ P ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും മക്കളെ? PV അല്ലേ? P ഇങ്ങോട്ട് വന്നാൽ PV ആകും. PV ഈക്വൽ ടു K ഇൻറ്റു T എന്ന് വരും. K ഇൻറ്റു T. ഈ T ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താവും മക്കളെ? PV/T സമം K. എല്ലാരും കേട്ട് കാണും ഈ ഇക്വേഷൻ. ഇത് പഠിച്ചോണം. PV/T
സീക്വൽ ടു കെ എന്ന് വെച്ചാൽ ഒരു സ്ഥിരസംഖ്യ. ഇതാണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് ഒരേ പൊളിക്ക് നമുക്ക് പറയാൻ സാധിക്കും. മനസ്സിലായി? അപ്പം കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ എല്ലാവരും ഒന്ന് പറഞ്ഞേ. പി വി ബൈ ടി, പി വി ബൈ ടി, പി വി ബൈ ടി. ഇതാണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ. പി വി ബൈ ടി, പി വി ബൈ ടി. ഇതാണ് പി വി ബൈ ടി സീക്വൽ ടു ഒരു സ്ഥിരസംഖ്യ. പി വി ബൈ ടി സീക്വൽ ടു ഒരു സ്ഥിരസംഖ്യ. ഇതാണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ. നിങ്ങൾ അതാ പഠിക്കേണ്ടത്. ഇത് എങ്ങനെ വന്നെന്ന് മനസ്സിലായോ? ഏതൊക്കെ നിയമങ്ങൾ ബോയിൽ നിയമവും ചാൾസ് നിയമവും, പറ, ബോയിൽ നിയമവും ചാൾസ് നിയമവും കമ്പൈൻ ചെയ്താണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇതിനെ ഈ ഇക്വേഷൻ കൂടെ പഠിച്ചോണം മക്കളെ. ഓക്കെ ആണോ? ഈ ഇക്വേഷൻ കൂടെ നിങ്ങൾ പഠിച്ചോണം. പി വി ബൈ ടി അല്ലെങ്കിൽ പഠിച്ചോണം. അല്ലെങ്കിൽ നോക്കിയേ, P1 V1 by T1 equal to P2 V2 by T2. എന്താ ഒന്ന് പറഞ്ഞേ? P1 V1 by T1 equal to P2 V2 by T2. പറഞ്ഞേ, P1 V1 by T1 is equal to P2 V2 by T2. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ മറന്നു പോകരുതും. ഇത് രണ്ടുമാണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താ? പി വി ബൈ ടി സമം ഒരു സ്ഥിരസംഖ്യ. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ഒരേ പൊളിക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എന്താ? P1 V1 by T1 ഈക്വൽ ടു P2 V2 by T2 അല്ലെങ്കിൽ PV by T ഈക്വൽ ടു K. ഇതാണ് എന്ത്? കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് നമുക്ക് പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആണോ? അതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടപ്പോൾ നോക്കിയേ മക്കളെ. കണ്ടോ? അതേ നോക്കിയേ, PV by T equal to K. K is സ്ഥിരസംഖ്യ. കണ്ട? P1 V1 by T1 is equal to P2 V2 by T2. ഇതാണ് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ. പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. പൊളിയായിട്ട് പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ മക്കളെ. പി വി ബൈ ടി സമം കെ. പി വി ബൈ ടി സമം കെ അല്ലെങ്കിൽ P1 V1 by T1 is equal to P2 V2 by T2. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഇനി ഇത് വെച്ചുള്ള പ്രോബ്ലം, ഒന്നാമത്തെ പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നതാണ്. എന്താ ക്വസ്റ്റ്യൻ എന്ന് വായിച്ച്? ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഒരു ATM മർദ്ദത്തിലും 300 കെൽവിൻ താപനിലയിലും 30 ലിറ്റർ ആണ്. ഒരു നിശ്ചിത മാസ് വാതകമാണ്. അത് ഒരു ATM മർദ്ദത്തിലും. ഓക്കെ അല്ലേ? 300 കെൽവിൻ താപനിലയിലും വ്യാപ്തം എത്ര ആണ്? 30 ലിറ്റർ ആണ്. 273 കെൽവിൻ ടെമ്പറേച്ചർ ഞാൻ കുറച്ചെത്ര ആക്കി? 273 കെൽവിൻ ആക്കി. മർദ്ദം 0.5 ATM ആക്കിയാൽ വ്യാപ്തം എത്രയാകുമടേ കുഞ്ഞുങ്ങളെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അല്ലേ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? ഇവിടെ കൊടുത്തേക്കുന്നത് എന്തൊക്കെയാ? നമുക്കൊന്ന് എഴുതാം. ഇവിടെ P1 കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ മർദ്ദം 1 ATM എന്ന് പച്ച മലയാളത്തിൽ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലേ? ഇനി നോക്കിയേ, T1 ആദ്യത്തെ താപനില ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ലേ കുഞ്ഞുങ്ങളെ? എത്ര? 300 കെൽവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സെറ്റ്. 300 കെൽവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പറ, V1 ആദ്യത്തെ വ്യാപ്തം എത്രയാണ്? 30 ലിറ്റർ ആണടേ എന്നും ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ? P2 മർദ്ദം എത്രയായി? P2 എത്രയായി? 0.5 ATM ആയടേ. 0.5 ATM ആയടേ എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? T2 എന്താ? 273 കെൽവിൻ. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടോ? P1ഉം V1ഉം T1ന്റെ വില മാറുന്നുണ്ട്. അങ്ങനെ വില മാറുവാണെങ്കിൽ അത് കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ ആയിരിക്കുമടേ എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുതും. ഓക്കെ. ഇവിടെ നോക്കിയേ, മർദ്ദം തന്നിട്ടുണ്ട്. അല്ലേ? താപനിലയുണ്ട്, വ്യാപ്തമുണ്ട്. ഇതെല്ലാം മാറുന്നെങ്കിൽ അത് എപ്പോഴും കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ എന്താ? ഒന്ന് പറഞ്ഞേ മക്കളെ. എന്താ? അപ്പൊ ഒന്ന് പറഞ്ഞേ. P1 V1 by T1 equal to P2 V2 by എന്താണ്? T2 എന്ന് വരും. എന്താ? P1 V1 by T1 is equal to എന്താണ്? P2 V2 by T2 എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ P1 എന്ന് പറയുന്നത് എത്ര മക്കളെ? P1 എന്ന് പറയുന്നത് എത്ര? ഒരു ATM എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. V1 എത്രയാണ്? V1 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. P1 ദേ നോക്ക്. P1 എന്ന് പറയുന്ന ഒരു ATM. V1 കൊടുത്തിട്ടുണ്ട് 30 ലിറ്റർ എന്ന്
വ്യക്തമായി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. ബൈ T1 ആദ്യത്തെ താപനില കൊടുത്തിട്ടുണ്ട് 300 കെൽവിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. P2 രണ്ടാമത്തെ മർദ്ദം 0.5. ഓക്കെ അല്ലേ? V2 നമുക്ക് കണ്ടെത്തണം. T2 ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 273. ഓക്കെ ആണോ? പഠിച്ചോണെ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ V2 എന്ന ശശിയെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം V2 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെയാണ് ക്രോസ് ചെയ്യുക. ഇങ്ങനെയാണ് അല്ലേ? ക്രോസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓക്കെ അല്ലേ? 3 വില കണ്ടുപിടിക്കേണ്ട വില എവിടാണോ കിടക്കുന്നത് അത് ഡിവൈഡിന് താഴെ കൊടുക്കണം. നോക്കി V2 അല്ലേ? അപ്പൊ ഇവിടെ 2 വില ഉള്ളല്ലോ, ആ 2 വില താഴെ കൊടുക്കണം. ഇവിടെ ഉള്ള ഇങ്ങനെ 1 ഇങ്ങനെ വരും മക്കളെ. 1 × 30 × 273 അല്ലേ? നോക്കി ഇങ്ങനെ ഗുണിക്കുക, അത് താഴെ കൊടുക്കണം. എന്താണ് ഈ പറയുന്ന 300 × 0.5 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് വേട്ടാ 30 × 10 ആണ് അല്ലേ? 10 × 0.5 5 എന്ന് വരും അല്ലേ? 10ന്റെ പകുതി 5 അല്ലേടേ? നോക്കി 30ഉം 300ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, വെട്ടിക്കളയാം അല്ലേ? 30 ആണ് അല്ലേ? 30 × 10 ആണ് 300. 10 × 0.5 5 ആണ്. 273/5 എന്ന് വെച്ചാൽ ഏകദേശം 54.6 ലിറ്റർ എന്ന് വരും നമ്മുടെ ആൻസർ. 54.6 ലിറ്റർ എന്ന് വരും നമ്മുടെ ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലെ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് അടുത്തതിലൂടെ കിടക്കാം? അടുത്തൊരു ക്വസ്റ്റ്യൻ വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് 27 ഡിഗ്രി സെൽഷ്യസിലും 1 ATM മർദ്ദത്തിലും ഓക്കെ അല്ലേ ഒരു വാതകത്തിന്റെ വ്യാപ്തം 100 മില്ലി ലിറ്റർ ആണെങ്കിൽ 273 കെൽവിൻ താപനിലയിലും 2 ATM മർദ്ദത്തിലും വാതകത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കുമടേ കുഞ്ഞുങ്ങളെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ ആദ്യം നോക്കിയ ടെമ്പറേച്ചർ T1 ക്വസ്റ്റ്യന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എന്തിലാണ്? ഡിഗ്രിയിലാ. അത് കെൽവിലേക്ക് മാറ്റണം. നമ്മൾ പഠിച്ചാണ്. അപ്പം 300 കെൽവിൻ എന്ന് കിട്ടും അല്ലേ? 1 ഡിഗ്രി സെൽഷ്യസ് കെൽവിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 273 കൊണ്ട് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പൊ 27 + 273 300 എന്ന് വരും. P1 ആദ്യത്തെ മർദ്ദം P1 1 ATM എന്ന് വരും. ക്വസ്റ്റ്യൻ ഇതേ കൊടുത്തിരുന്നുണ്ടോ? P1 T1 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് വ്യാപ്തം കണ്ട, ഇതാണ് V1 എന്നത് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. 100 മില്ലി ലിറ്റർ ആയിരിക്കും അല്ലെ? ആണെങ്കിൽ 273 കെൽവിൻ താപനില എന്ന് പറഞ്ഞാൽ T2 എന്ന് പറയുന്നത് 273 കെൽവിനാ. ക്ലിയർ? 273 കെൽവിനാണ് T2. ഓക്കെ, P2 കൊടുത്തിട്ടുണ്ട്. കണ്ട, P2 2 ATM ആണ്. അപ്പൊ എന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത്? V2 ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. വേറെ ഒന്നും വേണ്ട. നോക്കിയേ കണ്ട, ഇത് T1, ഇത് P1. കണ്ട, വ്യാപ്തം V1. ഓക്കെ അല്ലേ? ഇതാണ് മക്കളെ T2, ഇത് P2. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കണം? V2 കണ്ടുപിടിക്കണം. T1 ഇത് P2. ഓക്കെ അല്ലേ? അപ്പൊ എന്താ ഇക്വേഷൻ പറ? P1 V1/T1 = പറ P2 V2 എന്താണ് T2. ഓക്കെ, ഇവിടെ P1 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട്. 1 ATM എന്നത് കിടക്കുന്നത് P1 കിടക്കുന്ന 1 ATM അല്ലേ? ഇൻറ്റു P1 V1 എത്ര? 100 മില്ലി ലിറ്റർ. ഓക്കെ അല്ലേ? 100 മില്ലി ലിറ്റർ. ഓക്കെ, ബൈ അപ്പം P1 V1/T1. ആ T1 എത്ര? 300 കെൽവിൻ. കാരണം 27 ഡിഗ്രി ആണ്, അത് കെൽവിനിലേക്ക് മാറ്റിയ 300. = P2 എത്ര? P2 2ആണ്. V2 കണ്ടുപിടിക്കണം. T2 ക്വസ്റ്റ്യനിൽ കിടപ്പുണ്ട് 273. ക്രോസ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടേണ്ട വില? കിട്ടേണ്ടത് V2 ആണ്.
V2 ആണ്. ഓക്കെ അല്ലേ? V2 വരാത്തത് ഏതൊക്കെയാ? 1 × 100/273. അത് മുകളിൽ ഇടണം. 1 × 100 × 273. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ 300 × 2 കണ്ടോ? അത് താഴെ എഴുതണം. 300 × 2 എത്ര കിട്ടും? പറ. 100 കൊണ്ട് കേട്ടോ. 1 100 100 1 3 അല്ലേ? 100 × 3 അല്ലേ 300. 3 × 2 എന്ന് വെച്ചാൽ 273/6. നമ്മുടെ ആൻസർ ഈസ് 45.5 മില്ലി എന്ന് കിട്ടും. ക്ലിയർ ആണോ? 45.5 മില്ലി എന്ന് കിട്ടും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് നോക്കി വെക്കുക. ഇത് രണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചോണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആദർശവാതക സമവാക്യം, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. മക്കളെ, എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു ഇമാജിനറി ഗ്യാസ് ആണ്, ഒരു സാങ്കല്പിക വാതകമാണെന്ത് ഐഡിയൽ ഗ്യാസ്. ഈ ഐഡിയൽ ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു സാങ്കല്പിക വാതകമാണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ PV = nRT എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഓക്കെ അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV = nRT ആണ്. ഓക്കെ, അപ്പൊ ഏതൊരു വാതകവും ഈ സമവാക്യം PV = nRT എന്ന ഇക്വേഷൻ ഒബേ ചെയ്താൽ മാത്രമേ അവന്മാരെ ഐഡിയൽ ഗ്യാസ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഏതൊരു വാതകവും PV = nRT എന്ന ഇക്വേഷൻ ഒബേ ചെയ്താൽ മാത്രമേ ഐഡിയൽ ഗ്യാസ് എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ഓക്കെ അല്ലേ? അപ്പം ഏതൊരു ഇപ്പൊ ഹൈഡ്രജൻ എടുത്താലും ഓക്സിജൻ എടുത്താലും ഇതൊക്കെ യഥാർത്ഥ വാതകങ്ങളാ, റിയൽ ഗ്യാസാ. ഈ റിയൽ ഗ്യാസ് ഈ ആദർശ വാതകത്തിന്റെ സ്വഭാവം കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? PV = nRT എന്ന ഇക്വേഷൻ ഒബേ ചെയ്യണം. മക്കളെ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഈ ആദർശ വാതകം അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസുകൾ തന്മാത്ര തമ്മിൽ എന്താണ്? യാതൊരു വിധത്തിലുള്ള ആകർഷണ ബലവുമില്ല. ഓക്കെ, സാധാരണ വാതകങ്ങൾക്ക് തമ്മിൽ കുറച്ചെങ്കിലും ആകർഷണ ബലമുണ്ട്. ഒരിക്കലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനുകളിൽ തന്മാത്രകൾ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ആകർഷണ ബലവും ഇല്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തോണം. ഐഡിയൽ ഗ്യാസ് ആണോ? മോളിക്യൂൾസ് തമ്മിൽ, തന്മാത്രകൾ തമ്മിൽ ഒരാകർഷണ ബലവുമില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഐഡിയൽ ഗ്യാസ് ആദർശവാതകത്തെ ദ്രവീകരിക്കാൻ അങ്ങനെ സാധിക്കത്തില്ല. ഇപ്പൊ നമുക്ക് അമോണിയ ദ്രവീകരിക്കാം. മനസ്സിലായോ? അതല്ലേ ദ്രാവക അമോണിയ എന്ന് പറയുന്നത്. അമോണിയ ഒരു ഗ്യാസ് ആണ്. പക്ഷെ ഐഡിയൽ ഗ്യാസ് ആകുകയാണെങ്കിൽ അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? മർദ്ദം ഉപയോഗിച്ച് അങ്ങനെ പെട്ടെന്ന് ദ്രവീകരിക്കാൻ സാധിക്കത്തില്ല എന്ന കാര്യം കൂടെ നിങ്ങൾ ഓർത്തോണം. ഇപ്പൊ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു. എന്താണ്? PV = nRT എന്ന ഇക്വേഷൻ ആണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുക. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ ആ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ കമ്പയർഡ് ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ സംയോജക വാതക സമവാക്യം 2 വാതകങ്ങൾ ഏതൊക്കെയാ? ബോയിൽ നിയമവും ചാൾസ് നിയമവും സംയോജിപ്പിച്ചാണ്. എന്നാൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ 3 വാതക നിയമങ്ങൾ. 3 നിയമങ്ങൾ ഏതൊക്കെയാ? ബോയിൽസ്, ചാൾസ്, അവഗാഡ്രോ. ബോയിൽ, ചാൾസ്, അവഗാഡ്രോ. ഈ 3 നിയമങ്ങൾ കമ്പൈൻ ചെയ്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ ഗ്യാസ് ലോ, ആദർശ വാതക നിയമങ്ങൾ ചോദിച്ച ഈ 3 എണ്ണമാണ് ചോദിക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആദർശവാതക നിയമത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഗേ-ലൂസാക്ക് നിയമം. ഒരിക്കലും ഗേ-ലൂസാക്ക് നിയമം ആദർശവാതക നിയമമല്ല. ഈ 3 എണ്ണമാണ് ഐഡിയൽ ഗ്യാസ് ലോയിൽ വരുന്നത്. ഏതൊക്കെയാ? ബോയിൽസ്, ചാൾസ്, അവഗാഡ്രോ. ഓക്കെ, നമ്മൾ പഠിച്ചോട്ടെ. ബോയിൽ നിയമപ്രകാരം എന്താ? V = എന്താണ്? 1/P അല്ലേ? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തേക്കുക. നിങ്ങൾ ഇത് ഡെറിവ് ചെയ്യാനൊന്നും പഠിക്കേണ്ട, എങ്ങനെ വന്നേന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് തന്നേക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബോയിൽ നിയമം എന്താ? V = 1/P. ചാൾസ് നിയമപ്രകാരം V = എന്താണ്? T. ഇക്വേഷൻ നമ്പർ 2 എന്നെടുത്തു. ഓക്കെ, അവഗാഡ്രോ നിയമപ്രകാരം V = N. കാരണം PV = nRT എന്ന് പറയുന്നത്. N വന്നാൽ അവിടെ അവഗാഡ്രോ നിയമം വന്നു. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്നെടുത്തു. ക്ലിയർ കട്ടായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ 1ഉം 2ഉം
മൂന്നും ഇക്വേഷനുകൾ കമ്പൈൻ ചെയ്യുകയാണ്. ഏതൊക്കെയാ? 1, 2, 3 ഇക്വേഷനുകൾ എന്താണ്? കമ്പൈൻ ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെ വരും? മൂന്നെണ്ണത്തിലും കോമൺ ആയി കിടക്കുന്ന സാധനം അത് വി ആണ്. ഞാൻ വി എടുത്തു. പ്രപ്പോർഷണൽ ടു ബാക്കിയുള്ള എന്തൊക്കെയാ? 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ. എന്താണ് പറഞ്ഞു പറ? 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ എന്ന് വരും. ക്ലിയർ? നമുക്ക് ഈ പ്രപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിക്കുക. ആ കോൺസ്റ്റന്റ് ആറാണ്. ആർ ഈസ് ദ ആദർശവാതക സ്ഥിരാങ്കം. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ആർ എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വരും? വി സീക്വൽ ടു ആർ ഇൻറ്റു 1/p ഇൻറ്റു കണ്ട ടി ഇൻറ്റു എൻ. ഞാൻ ഒന്നും ചെയ്തില്ല മക്കളെ. ഈ ചിഹ്നം മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ഗുണിച്ചു. ആ കോൺസ്റ്റന്റ് നേരത്തെയൊക്കെ കെ പറഞ്ഞെങ്കിൽ ഇവിടെ 6. ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ വരും മക്കളെ? വി സീക്വൽ ടു ആർ ഇൻറ്റു 1/p ഇൻറ്റു ടി ഇൻറ്റു എൻ എന്ന് വരും. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിച്ചോ മക്കളെ, നമുക്കത് നേരത്തെ പറഞ്ഞു കൂട്ടന്നെ ഈ പി ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ? പി വി എന്ന് വരും അല്ലേ? വാക്കുകൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞു? ആർ ഉണ്ട്, ടി ഉണ്ട്, എൻ ഉണ്ട്. എങ്ങനെ വരും? ആർ ടി എൻ എന്ന് വരും. ഇത് കേൾക്കാൻ കാണാൻ രസമില്ലാത്തതുകൊണ്ട് നമുക്ക് പി വി സീക്വൽ ടു എന്താണ്? എൻ ആർ ടി എന്ന് ഒരേ പൊളിക്ക് നമുക്ക് പറയാൻ സാധിക്കും. ഇവനെ പറയുന്ന പേരാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. പി വി സീക്വൽ ടു എൻ ആർ ടി. ഇവിടെ പി എന്ന് പറയുന്ന പ്രഷർ, വി എന്ന് പറയുന്ന വോളിയം, പി മർദ്ദം, വി വോളിയം, എൻ തന്മാത്രയുടെ എണ്ണം, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതാണ് ആദർശവാതകം എന്നൊരു സങ്കല്പമാണ്. ആദർശവാതകത്തിൽ തന്മാത്ര തമ്മിൽ യാതൊരു വിധത്തിലുള്ള ആകർഷണ ബലം ഇല്ല. ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഏതൊക്കെ നിയമങ്ങളാണ്? ബോയിൽ, ചാൾസ്, അവഗാഡ്രോ നിയമം എന്നിവ സംയോജിപ്പിച്ചുണ്ടാക്കിയ സമവാക്യമാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇനി നമുക്ക് ആറിന്റെ വിലയും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. 3 വില. ഓക്കെ, മർദ്ദത്തിന്റെയും വ്യാപ്തത്തിന്റെയും യൂണിറ്റ് മാറുന്നതനുസരിച്ച് ആർ ഒരു സ്ഥിരസംഖ്യ ആണെങ്കിൽ പോലും ഈ മർദ്ദമില്ലേ മക്കളെ? പ്രഷറിന്റെയും അതുകൂട്ടാൻ എന്താണ്? വോളിയം, വ്യാപ്തത്തിന്റെയും മർദ്ദത്തിന്റെയും യൂണിറ്റ് മാറുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ആറിന്റെ വില എന്ത് ചെയ്യും? മാറുമെന്ന കാര്യം ഓർത്തോണം. മർദ്ദത്തിന് ഒരുപാട് യൂണിറ്റ് ഉണ്ട്. പാസ്കൽ, ബാർ, ATM ഇല്ലേ? മർദ്ദം ATM-ഉം, മർദ്ദം അന്തരീക്ഷ മർദ്ദം ഇതാണ് ATM. മർദ്ദം ATM-ഉം വ്യാപ്തം ലിറ്ററുമാണെങ്കിൽ, വ്യാപ്തം ലിറ്റർ, വേറെ ഒന്നും നോക്കണ്ട, മർദ്ദം ATM-ലാണ് തരുന്നത്, വ്യാപ്തം ലിറ്റർ ആണെങ്കിൽ ആറിന്റെ വില 0.0821 ഇത്ര കൊടുത്താൽ മതി. എന്താ? മർദ്ദം 2 ATM എന്ന് പറയാണ്. ഓക്കെ അല്ലേ? വ്യാപ്തം 5 ലിറ്റർ. ഇങ്ങനെ തന്നാൽ ആറിന്റെ വില ചോദിച്ചാൽ എന്താ? 0.0821. വേറെ ഒന്നും ആലോചിക്കണ്ട. മർദ്ദം ATM-ലാണ്. മർദ്ദത്തിന്റെ യൂണിറ്റ് ATM ആണ്. വ്യാപ്തം എന്താണ്? ലിറ്ററിലാണെങ്കിൽ ആറിന്റെ വില കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാരും ഒന്ന് പറഞ്ഞേ 0.0821. മക്കളെ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏകദേശം എന്താണ്? +2 ലെവല്, ഡിഗ്രി ലെവല്, 10th ലെവല്, അതുകൂട്ട് തന്നെ ഈ പറയുന്ന LP UP എല്ലാവർക്കും കൂടെ പ്രയോജനത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപകാരമാണ്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഓക്കെ, മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? മർദ്ദം ATM, വ്യാപ്തം ലിറ്റർ ആണെങ്കിൽ ആറിന്റെ വില 0.0821 ആണ്. സെറ്റ്. ഓക്കെ, ഇനി അടുത്ത് മർദ്ദത്തിന്റെ യൂണിറ്റ് ബാർ. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്താണ്? ബാർ. ഓക്കെ, വ്യാപ്തം ഒന്നെങ്കിൽ DM³ എന്താ? DM³ തരുവാണ്, അല്ലെങ്കിൽ ലിറ്ററിലാണ് തരുന്നതെങ്കിൽ ആറിന്റെ വില ചോദിച്ചാൽ 0.083 ആണ്.
0.083 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കും. മർദ്ദം പി, മർദ്ദം 1 ബാർ എന്ന് തരും. വ്യാപ്തം ഒന്നെങ്കിൽ 5 DM³ എന്നോ 5 ലിറ്റർ എന്നോ തന്നാൽ ആറിന്റെ വില ചോദിച്ചാൽ 0.083 ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം. മർദ്ദം ബാർ വ്യാപ്തം ലിറ്റർ അല്ലെങ്കിൽ DM³ എന്ന യൂണിറ്റിലാണെങ്കിൽ ആറിന്റെ വില 0.083. ഇനി SI യൂണിറ്റ് ഓക്കെ, SI യൂണിറ്റ് നമുക്കറിയാം. മർദ്ദത്തിന്റെ SI യൂണിറ്റ് എന്താ? അത് പാസ്കൽ ആണ് അല്ലേ. വോളിയത്തിന്റെ SI യൂണിറ്റ് m³ ആണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം മർദ്ദം ഓക്കെ 1 പാസ്കൽ എന്നും ഈ പറഞ്ഞ വോളിയം 5 m³, ഇതാണ് m³ ആണ് വോളിയത്തിന്റെ SI യൂണിറ്റ്. അങ്ങനാണെങ്കിൽ ആറിന്റെ വില 8.314 ആയിരിക്കും. ക്ലിയർ? മനസ്സിലായി? അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾ കേട്ടോണ്ട് മുറുക്ക പറയാ. മർദ്ദം ATM-ഉം വ്യാപ്തം ലിറ്ററിലുമാണെങ്കിൽ ആറിന്റെ വില 0.081 സെറ്റ്. മർദ്ദം ബാർ വ്യാപ്തം DM³ അല്ലെങ്കിൽ ലിറ്ററിലാണെങ്കിൽ ആറിന്റെ വില 0.083. ഓക്കെ അല്ലേ? SI യൂണിറ്റ് ആണെങ്കിൽ ആറിന്റെ വില 8.314. എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്, പഠിച്ചു. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറയാം. എന്താണ് ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമം ചോദിച്ചാണ്. ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമം PYQ ആണ്. എന്താ ഡാൽട്ടൺ പറഞ്ഞ കാര്യം? ഇങ്ങോട്ട് നോക്കിയും. എന്താണ് ഡാൽട്ടൺ പറഞ്ഞ കാര്യം? ഇദ്ദേഹം ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിലിണ്ടർ എടുത്തു, അല്ലെങ്കിൽ ഒരു ബീക്കർ എടുത്തു. എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബീക്കർ എടുത്തു. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒരു 3 ഗ്യാസ് ഇട്ടെന്ന് ചോദിക്കുക. ആ ഗ്യാസ് ആണ് ABC. ഓക്കെ, ഈ ഗ്യാസിന്റെ പ്രത്യേകത നോൺ റിയാക്ടിങ് ഗ്യാസാണ്. കാരണം എയും ബിയും സിയും പരസ്പരം എന്ത് ചെയ്യത്തില്ല? റിയാക്ട് ചെയ്യത്തില്ല. എയുടെ ഭാഗിക മർദ്ദം എന്ന് പറയുന്നത്, എയുടെ ഭാഗിക മർദ്ദം അത് P1 ആണെന്ന് വിചാരിക്കാം. ബിയുടെ ഭാഗിക മർദ്ദം എന്താണ്? അത് P2 ആണ്. സിയുടെ ഭാഗിക മർദ്ദം അത് P3 ആണ്. അങ്ങനാണെങ്കിൽ ഈ സിലിണ്ടറിലുള്ള ടോട്ടൽ പ്രഷർ കാണാൻ, ടോട്ടൽ പ്രഷർ P എന്ന് പറയുന്നത് ഈ 3 എണ്ണത്തിൻ്റെയും സം ആയിരിക്കുമെന്നാണ് ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമത്തിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞു തരാം. ഇങ്ങോട്ട് ഓക്കെ. എന്താ ഈ നിയമം ആവിഷ്കരിച്ചത്? ജോൺ ഡാൽട്ടൺ 1801 പരസ്പരം രാസപ്രവർത്തനം ഏർപ്പെടാത്ത 2 അതിലധികമോ വാതക പദാർത്ഥങ്ങളുടെ മിശ്രിതത്തിന്റെ ആകെ മർദ്ദം അതിലെ ഘടകവാതകത്തിന്റെ ഭാഗിക മർദ്ദങ്ങളുടെ ആകെ തുകയായിരിക്കും. കാരണം പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതെ നടക്കുന്നത് 2 അതിലധികമോ വാതകത്തിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്ന അതിൻ്റെ അകത്തുള്ള ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ ഭാഗിക മർദ്ദത്തിന്റെ സമ്മായിരിക്കും. ഇവിടെ എന്തായിരിക്കും മക്കളെ? താപനിലയും വ്യാപ്തവും സ്ഥിരമായിരിക്കും. ചോദിച്ചാണ് നോക്കി. അതാണ് ABC. ഒപ്പം ഇതാണ് ഒരു എൻക്ലോസ്ഡ് ആയിട്ട് സിലിണ്ടർ ABC ഇട്ടു. ABCയുടെ പ്രത്യേകം എന്താ? നോൺ റിയാക്ടിങ് ഗ്യാസ് ആണ്. അങ്ങനെ അവന്മാർ പരസ്പരം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടത്തില്ല. അപ്പൊ ഇത് ടോട്ടൽ പ്രഷർ P എന്ന് പറയുന്ന ഓരോ ഗ്യാസിന്റെയും പാർഷ്യൽ പ്രഷറിന്റെ സമ്മായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അതുകൂടെ ഇതിൻ്റെ അകത്ത് ഞാൻ കുറേ വാതകം ഇട്ടു. ABC എക്സെട്ര N വാതകം കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പം എയുടെ പാർഷ്യൽ പ്രഷർ P1 ആണ്. ബിയുടെ ഭാഗിക മർദ്ദം P2 ആണ്. സിയുടെ P3 ആണ്. എന്നിന്റെ എന്തായിരിക്കും? PN ആയിരിക്കും. അപ്പൊ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്ര പ്ലസ് PN. ഇത് ചോദിച്ചിട്ടുള്ള ഈക്വേഷൻ ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമം. എന്നിട്ട് മായത്ത് ഫോളോയിങ് ചോദിച്ചാൽ P = P1 പ്ലസ് P2 പ്ലസ് P3 എക്സെട്ര PN ആയിരിക്കും. സെറ്റ് ആണെന്ന് വിശ്വസിച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം നമുക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമം. എന്താണ് മക്കളെ? പരസ്പരം രാസപ്രവർത്തനം ഏർപ്പെടാത്ത 2 അതിലധികമോ വാതക പദാർത്ഥങ്ങളുടെ മിശ്രിതത്തിന്റെ ആകെ മർദ്ദം അതിലെ ഘടകവാതകങ്ങളുടെ ഭാഗിക മർദ്ദങ്ങളുടെ ആകെ തുകയായിരിക്കുമെന്നാണ് ഡാൽട്ടന്റെ ഭാഗിക മർദ്ദ നിയമത്തിൽ പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു.
ഓക്കെ അല്ലേ? ലാസ്റ്റ് ഡാൾട്ടന്റെ ഭാഗ്യമർദ്ദ നിയമം പഠിച്ചു. ഓക്കെ അല്ലേ? വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ ഓരോ ക്ലാസ് വ്യക്തമായി കാണുക. A to Z എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്ക് ഇതിനപ്പുറം മാക്സിമം ഒരു PSC എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തന്നു. അത് SCERT ഉൾപ്പെടെയാണ് പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? എക്സ്ട്രാ ഈ പറഞ്ഞ എന്താണ് ആറിന്റെ വില ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞ എന്താണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ചോദിച്ചാണ് PV NRT. നിങ്ങൾ അത് പഠിച്ചാൽ PV NRT ഏതൊക്കെ നിയമങ്ങൾ? ബോയിൽ നിയമം, ചാൾസ് നിയമം, അവഗാഡ്രോ നിയമം. അതുകൊണ്ട് ഈ 3 നിയമങ്ങളാണ് ഐഡിയൽ ഗ്യാസ് ലോ, ആദർശ വാതക നിയമങ്ങൾ. എന്താ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ, എന്താ സംയോജക വാതക സമവാക്യം, അതും ചോദിച്ചിട്ടുള്ള P1 V1 by T1 = P2 V2 by T2 PV by T = കോൺസ്റ്റന്റ്. മനസ്സിലായോ? അപ്പം ഡാൽട്ടന്റെ ഭാഗികമർദ്ദ നിയമം P ടോട്ടൽ പ്രഷർ, ടോട്ടൽ ആകെ മർദ്ദം = P1 + P2 + P3 etc. Pn ആയിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അടിപൊളിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മോൾ കൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും. അത് ഞാൻ പറഞ്ഞ എല്ലാ എക്സാമിനും വേണ്ടിയാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യാൻ മറക്കരുതും. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.